Hi students, welcome to another part of corporate regulations. Requisites അല്ലെങ്കിൽ essentials of a valid meeting ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പ്രോപ്പർ അതോറിറ്റി, കോറം, നോട്ടീസ്, ചെയർമാൻ, ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 5-മത്തത് മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ്. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലിയർ, ആക്യുറേറ്റ് ആൻഡ് കൺസൈസ് റെക്കോർഡ് ഓഫ് ദി പ്രൊസീഡിങ്സ് ആൻഡ് ദ ഡിസിഷൻസ് അറൈവ്ഡ് അറ്റ് എ മീറ്റിംഗ്. മീറ്റിങ്ങിൻ്റെ മൊത്തം പ്രൊസീഡിങ്സിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള, സമ്മറൈസ് ആയിട്ടുള്ള ഒരു ഫോമിനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയാം. മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് ഫോമിലേക്ക് ഫ്യൂച്ചർ റെഫറൻസിനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറിയ തൽക്കാലത്തേക്ക് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതല്ല. അത് പെർമനൻറ്റ് ഫോമിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, ഫ്യൂച്ചർ എവിഡൻസ് ആയിട്ട്, റെഫറൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് മീറ്റിംഗ് സക്സസീവായിട്ട് വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ കൂടെ നമുക്കതൊരു ബുക്കായിട്ട് കീപ്പ് ചെയ്യാം. ഓൾ ദ മിനിറ്റ്സ് ഓഫ് എ സക്സസീവ് മീറ്റിംഗ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ കമ്മിറ്റി ആർ കളക്റ്റഡ് ഇൻ എ ബുക്ക് ആൻഡ് ദിസ് ബുക്ക് ഈസ് നോൺ ആസ് മിനിറ്റ്സ് ബുക്ക്. മിനിറ്റ്സ് ബുക്ക് എന്നാണ് ഇതിനെ പറയുക. എഡ്യൂക്കേഷൻ ഓർഗനൈസേഷനിലൊക്കെ, സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അങ്ങനെ മീറ്റിങ്ങിന് ഒരു മിനിറ്റ്സ് ബുക്ക് കീപ്പ് ചെയ്യാറുണ്ട്. മൊത്തം മീറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് വാലിഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് എല്ലാ ആൾക്കാരും അതിൻ്റെ അതോറിറ്റിയും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് അത് വാലിഡായിട്ട് കണക്കാക്കുള്ളൂ. മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരൊക്കെയുള്ള സൈനും മറ്റേ മെയിൻ അതോറിറ്റിൻ്റെ സിഗ്നേച്ചറൊക്കെ അതിൽ മസ്റ്റായിട്ടും വേണം. എന്തെങ്കിലും മാറ്ററും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കോടതിയിലൊക്കെ നമുക്ക് ഫർണിഷ് ചെയ്യാൻ പറ്റുന്നൊരു എവിഡൻസ് ആണ് ഈ മിനിറ്റ്സ് ബുക്ക്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒബ്ജക്റ്റീവ്സ് ഓർ യൂസസ് ഓഫ് എ മിനിറ്റ്സ് ആർ ആസ് ഫോളോസ്. മിനിറ്റ്സിൻ്റെ മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ്: 1, മിനിറ്റ്സ് പ്രൊവൈഡ് എ ക്ലിയർ, കൺസൈസ് ആൻഡ് ആക്യുറേറ്റ് റെക്കോർഡ് ഓഫ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ അറ്റ് എ മീറ്റിംഗ്. ഒരു മൊത്തം ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സമ്മറി അതിൽ നിന്ന് നമുക്ക് കിട്ടും. അതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ മൊത്തം മീറ്റിങ്ങിൻ്റെ ഒരു വിവരം കിട്ടാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ്. ആ വിവരം അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ഇതൊരു പെർമനൻറ്റ് റെക്കോർഡാണ്. പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് പ്രൊസീഡിങ്സ് ആൻഡ് ഡിസിഷൻസ് ഓഫ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രൊസീഡിങ്സ് ഒക്കെ ഇതിലുണ്ടാവും. അതിൻ്റെ ഒക്കെ ഒരു പെർമനൻറ്റ് റെക്കോർഡാണ് മിനിറ്റ്സ്. ഇത് ദേ ആർ ആക്സെപ്റ്റഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ഫോർ എവിഡൻസ്. കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് മിനിറ്റ്സ്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു ദോസ് മെമ്പേഴ്സ് ഹു ആർ ആബ്സെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ദ മീറ്റിംഗ്. ഏതെങ്കിലും ഒരാൾക്ക് മീറ്റിംഗ് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾക്കിത് വളരെ യൂസ്ഫുൾ ആണ്. ഈ മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മീറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഇതൊരു ലിങ്കാണ്. ലാസ്റ്റ് മീറ്റിംഗ് മുതൽ അടുത്ത മീറ്റിംഗ് വരെയുള്ളൊരു ലിങ്കാണ്. കഴിഞ്ഞ മീറ്റിങ്ങിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, ഇനി ഈ മീറ്റിങ്ങിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യണം, അതേപോലെ അടുത്ത മീറ്റിങ്ങിൽ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു ലിങ്കാണ് ശരിക്കും മിനിറ്റ്സ്. Then when the proceedings are recorded in the minutes, it can be used to check the speeches of member. എന്തെങ്കിലും ക്രിട്ടിക്കൽ പോയിന്റ്സ് കാര്യങ്ങളിലോ ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ മിനിറ്റ്സ് ബുക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് മീറ്റിങ്ങിലാണ് ഡിസൈഡ് ചെയ്തതെന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയാണ് മിനിറ്റ്സിൻ്റെ കേസിൽ വരുന്നത്. അതാണ് 5-മത്തെ എസെൻഷ്യൽ. ഇനി 6-മത്തെ റിക്വസൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ വോട്ടിംഗ്. ആർട്ടിക്കിൾസിൽ സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ സിംഗിൾ മെജോറിറ്റിയാണ് വോട്ടിങ്ങിനുള്ള ഭൂരിപക്ഷമായിട്ട് കണക്കാക്കുക. വോട്ടിംഗ് ജയിക്കാനുള്ള ഒരു കാര്യമായിട്ട് വരുന്നത് സിംഗിൾ മെജോറിറ്റി ബേസിലാണ് ഡിസൈഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് അറൈസിംഗ് അറ്റ് എ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷാൾ ബി ഡിസൈഡഡ് ബൈ എ സിംഗിൾ മെജോറിറ്റി. അല്ലെങ്കിൽ കമ്പനീൻ്റെ ആർട്ടിക്കിൾസിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഓരോ ഡയറക്ടർക്കും അല്ലെങ്കിൽ ഓരോ മെമ്പർക്കും ഒരു വോട്ടാണ് ഉണ്ടാവുക. റെസൊല്യൂഷൻ വെക്കുന്ന സമയത്ത് അത് അയാൾ അതിൽ യൂസ് ചെയ്യുക. ഇനി ഈക്വൽ വോട്ട് വന്നു കഴിഞ്ഞാൽ ചെയർമാൻ ഒരു സെക്കൻഡ് വോട്ടും കൂടെ കിട്ടും. അതിനെയാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുക. അത് ചെയർമാൻ കമ്പനീൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ദെൻ മീറ്റിങ്ങിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന റെസൊല്യൂഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഡിസൈഡ് ചെയ്യുന്നത് ഈ വോട്ടിൻ്റെ ബേസിലാണ്. അത് റിസൊല്യൂഷനായിട്ട് പാസ്സായിട്ട് വരിക. എല്ലാ ആൾക്കാർക്കും രജിസ്റ്ററിൽ പേരുള്ള മെമ്പേഴ്സിനൊക്കെ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്കതിൽ പങ്കെടുക്കാം. ദെൻ ഷെയർ ഹോൾഡർ അയാൾ പ്രോപ്പർട്ടി അയാൾ ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ അയാൾ വോട്ടിംഗ് പവർ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അയാളത് വോട്ടിംഗ് റൈറ്റ് അയാൾ യൂസ് ചെയ്യണം.
ദെൻ ഇയാൾക്ക് പറ്റുന്ന വിധത്തിലൊക്കെ അത് വോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് ടൈപ്പിൽ വോട്ടിംഗ് നടത്താറുണ്ട്. ഒന്ന് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ആണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മാറ്റർ നമ്മൾ ഡിസ്കഷനിലിടുന്ന സമയത്ത് അതിനെ ഫേവർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എഗെയിൻസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പറയുകയാണ് ഓരോരുത്തർ ഒപ്പീനിയൻസിനനുസരിച്ചിട്ട് കൈ പൊക്കാൻ വേണ്ടി പറയാം. അപ്പോൾ റേസ് ദെയർ ഹാൻഡ്സ് പറയാം. അങ്ങനെ ആകുമ്പം അതിൽ എത്ര ആൾക്കാർ കൈ പൊക്കിയിട്ടുണ്ടോ അത് നമ്മൾ കൗണ്ട് ചെയ്യാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഏതാണോ വരുന്നത്, ഏത് ഒപ്പീനിയനാണോ വരുന്നത് അത് ഡിസൈഡ് ചെയ്യാം. ഇതിൽ പ്രോക്സി ഉണ്ടെങ്കിൽ, അതായത് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ അയാൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. മെമ്പേഴ്സിന് മാത്രമാണ് ഇങ്ങനെ വോട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും പ്രൊവിഷൻസ് വേണം. അല്ലാത്ത നോർമൽ കേസിൽ പ്രോക്സിക്ക് ഈ ഷോ ബൈ ഹാൻഡ്സിൽ വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. ഓരോ മെമ്പർക്കും അയാൾക്ക് എത്ര ഷെയർ ഉണ്ടെങ്കിലും ഒരു വോട്ടേ ഈ ഷോ ബൈ ഹാൻഡ്സിൽ ഉണ്ടാവുള്ളൂ. എവരി മെമ്പർ പ്രസൻറ്റ് ഹാസ് 1 വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദി നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം. എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കും ഒരു വോട്ട്, വൺ വോട്ട് ഫോർ 1 ഹെഡ്. ആ ഒരു കൺസെപ്റ്റിലാണ് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സിൽ എടുക്കുക. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 107 ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നത്. ദെൻ ചെയർമാന് ഇതിൻ്റെ ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്യണം. ബുക്സിൽ എങ്ങനെയാണ് പാസ്സാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്യുകയും വേണം. ഇനി വോട്ടിംഗ് ബൈ പോൾ സെക്ഷൻ 109 വോട്ടിംഗ് ബൈ പോളിനെ പറ്റി പറയുന്നത്. വോട്ടിംഗ് ബൈ പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പോപ്പുലറായി വരുന്ന ഒരു മെത്തേഡാണ്. ഇതിലെ മെമ്പേഴ്സിന് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഷോ ബൈ ഹാൻഡ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെ വോട്ടിംഗ് തന്നെ വേണമെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വോട്ടിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇതിൽ വൺ ഹെഡ് ഫോർ 1 വോട്ടല്ല ഇതിലുണ്ടാവും. ഇവരുടെ ഷെയർസിനനുസരിച്ചിട്ടാണ് ഇതിൽ വോട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷോ ഓഫ് ഹാൻഡ്സിൽ വോട്ടെടുപ്പ് നടത്തിയാലും ഇവർക്ക് പോളിംഗ് തന്നെ വേണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ചെയർമാൻ അങ്ങനെ വോട്ടിംഗ് നടത്തണം എന്നുള്ളത് കമ്പൾസറി ആണ്. അപ്പോൾ ഓരോരുത്തർക്കും അതിൽ അയാൾ ഷെയർ എത്രയാണോ അയാൾ ഹോൾഡ് ചെയ്യുന്നതിന് അതിന് പ്രപ്പോർഷനായിട്ടുള്ള വോട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ അയാൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ പ്രോക്സിക്കും വോട്ടിംഗ് അലൗഡ് ആണ്. അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയോ ഷെയർ ക്യാപിറ്റലോ ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ അതിൽ ഒരാൾക്കൊരു വോട്ടേ ഉണ്ടാവുള്ളൂ. ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് വോട്ട് വരിക. ഇനി കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 108 വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസിനെ പറ്റി പറയുന്നുണ്ട്. എല്ലാ ലിസ്റ്റഡ് കമ്പനിയിലും അതേപോലെ ഒരു 1000 ഷെയർ ഹോൾഡറിൽ താഴെ വരുന്ന കമ്പനീസിന് വേണമെങ്കിൽ അവർ മെമ്പേഴ്സിന് ഇലക്ട്രോണിക് മീൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റൈറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫെസിലിറ്റീസ് ദ റൈറ്റ് ടു വോട്ട് ജനറൽ മീറ്റിംഗ് ബൈ ഇലക്ട്രോണിക് മീൻസ്, അതായത് ഇലക്ട്രോണിക് മെത്തേഡ് വെച്ചിട്ട് വോട്ട് ചെയ്യുക, ടിക്ക് ചെയ്യാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേല അവരോട് കൈവക്കാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ ഒപ്പീനിയൻ അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ പങ്കെടുക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോസ്റ്റൽ ബാലറ്റ് വഴിയിട്ടും വോട്ടിംഗ് നടത്താറുണ്ട്. കമ്പനീസ് ആക്ട് സെക്ഷൻ 110 പോസ്റ്റൽ ബാലറ്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. ഇതിൽ റിസൊല്യൂഷൻ പാസ്സാക്കുന്നത് പോസ്റ്റൽ ബാലറ്റിൻ്റെ ബേസിലാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനോട് കൂടി മാത്രമേ, പെർമിഷനോട് കൂടി മാത്രമേ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൽ ഓരോരുത്തർ ഒപ്പീനിയനും അവർക്ക് പോസ്റ്റൽ ബാലറ്റ് വഴി അറിയിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇലക്ഷൻ്റെ സമയത്തൊക്കെ പോസ്റ്റൽ ബാലറ്റ് കിട്ടിയിട്ടില്ലേ, അതേപോലെ പോസ്റ്റ് ഓഫീസിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നതാണ് ഇത്. ദെൻ പ്രോക്സീസ് 7ാമത്തെ എസെൻഷ്യൽ. 6 നമ്മൾ പറഞ്ഞു. അതോറിറ്റി, നോട്ടീസ്, കോറം, ചെയർമാൻ, മിനിറ്റ്സ്, ദെൻ വോട്ടിംഗ്. 7ാമത്തതാണ് പ്രോക്സീസ്. പ്രോക്സീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓതറൈസ്ഡ് ഏജന്റ് ഓഫ് ദ മെമ്പർ ഫോർ ദ പേർപ്പസ് ഓഫ് വോട്ടിംഗ്. മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ അയാൾ ഓതറൈസ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് പ്രോക്സി എന്ന് പറയുക. ഈ മെമ്പറെ നമ്മൾ പ്രോക്സി എന്നാണ് പറയുക. ഈ മെമ്പറായിട്ട് ഉണ്ടാക്കുന്ന ഡോക്യുമെന്റ്, ഇയാളായിട്ടുള്ള എഗ്രിമെന്റിനും പറയുന്ന പേര് പ്രോക്സി തന്നെയാണ്. വോട്ട് അറ്റ് എ മീറ്റിംഗ് മേ വോട്ട് ഈതർ ഇൻ പേഴ്സൺ ഓർ ബൈ പ്രോക്സി. ഒരാൾക്ക് പേഴ്സണായിട്ടും പ്രോക്സി ആയിട്ടും വോട്ടിങ്ങിൽ പങ്കെടുക്കാം. ഷോ ബൈ ഹാൻഡ്സിൽ പ്രോക്സിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ അത് അലൗ ചെയ്തിട്ടുണ്ടാവണം. ദെൻ പ്രോക്സിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ ഷെയർ ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനീൻ്റെ കേസിൽ ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പേഴ്സണിന് പ്രോക്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വേറൊരാളെ വേറൊരു പേഴ്സണിന് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യാത്ത, ഷെയർ ഹോൾഡർ അല്ലാത്ത വേറൊരാളെ അയാൾക്ക് പ്രോക്സി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. പ്രോക്സിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് മീറ്റിങ്ങിൽ സ്പീക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേ സമയത്ത് അലൗഡ് ആണെങ്കിൽ വോട്ട് ചെയ്യാം, പോളിംഗ് ആവുന്ന സമയത്ത് മാത്രം. പക്ഷെ ഷോ ബൈ ഹാൻഡ്സിൻ്റെ സമയത്ത് വോട്ട് ചെയ്യാനും പറ്റില്ല.
അതേപോലെ ഈ ബ്ലോക്സിന് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷനും അയാൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. മീറ്റിംഗ് സംസാരിക്കാൻ പാടില്ല, ഷോ ബൈ ഹാൻഡ്സിൽ വോട്ട് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളോട് നമ്മൾ പാസ് ചെയ്യണം. കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ പ്രോക്സി ഉണ്ടെങ്കിൽ അത് നോട്ടീസിൽ മെൻഷൻ ചെയ്യുകയും വേണം. ദെൻ പ്രോക്സി ആയിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും 48 ഹവേഴ്സിന് മുമ്പെങ്കിലും മീറ്റിങ്ങിന് മുമ്പെങ്കിലും കമ്പനിയിൽ മസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടാവണം. ദെൻ പ്രോക്സി ആയിട്ടുള്ള എഗ്രിമെൻറ്റ് റൈറ്റിംഗ് ഫോമിൽ തന്നെയാണ് വേണ്ടത്. അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആൾ അതിൽ പ്രോപ്പറായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് കണക്കാക്കുള്ളൂ. ദെൻ പ്രോക്സിന് എപ്പം വേണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്ത ആൾക്ക് പിരിച്ചുവിടാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്ത ആൾ മരണപ്പെടുകയോ ഇൻസാനിറ്റി ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പ്രോക്സി ആയിട്ടുള്ള എഗ്രിമെൻറ്റ് റിമൂവ് ആവും. പക്ഷേ ആ ഇൻഫർമേഷൻ കമ്പനീനെ അറിയിക്കണം. ഇത്രയാണ് പ്രോക്സി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് എസെൻഷ്യലാണ് റിസൊല്യൂഷൻ. കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 114 115 റിസൊല്യൂഷനെ പറ്റി പറയുന്നത്. Every item included in the agenda is put before the meeting for discussion, decision and approval. നമ്മൾ ഓരോ ഐറ്റവും അജണ്ട പറയുന്ന ഓരോ ഐറ്റവും മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യും, അതിനെപ്പറ്റി ഡിസൈഡ് ചെയ്യും, അത് പിന്നെ ലാസ്റ്റ് അപ്രൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി മെമ്പേഴ്സിൻ്റെയും ഫേവറോട് കൂടി അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ റിസൊല്യൂഷൻ. അതോടുകൂടി അതൊരു റിസൊല്യൂഷനായിട്ട് മാറി. അജണ്ടയിൽ പറയുന്ന ഐറ്റംസ് ഓരോ മാറ്റേഴ്സും നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുക, അതിൽ ഡിസിഷൻ എടുക്കുക, അത് മെജോറിറ്റി അപ്രൂവ് ചെയ്ത് കഴിയുക. അങ്ങനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ റിസൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ റിസൊല്യൂഷൻ എന്ന് പറയാം. അത് റിസൊല്യൂഷൻ എന്നുള്ളത് ഡിഫറെൻ്റ് ടൈപ്പിലുണ്ട്. ഓർഡിനറി റിസൊല്യൂഷൻ, സ്പെഷ്യൽ റിസൊല്യൂഷൻ, റിസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. ഇനി ഓർഡിനറി റിസൊല്യൂഷൻ. ഓർഡിനറി റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ മെജോറിറ്റിൻ്റെ ഫേവറോട് കൂടി തന്നെ പാസ്സാക്കുന്ന റിസൊല്യൂഷനെയാണ് ഓർഡിനറി റിസൊല്യൂഷൻ എന്ന് പറയുക. സിംഗിൾ മെജോറിറ്റി ഫേവറായിട്ട് വോട്ട് ചെയ്താൽ മതി. അതായത് ദ വോട്ട്സ് ഇൻ ഫേവർ ഷുഡ് എക്സീഡ് ദ വോട്ട് എഗെയിൻസ്റ്റ് ദ റിസൊല്യൂഷൻ. എഗെയിൻസ്റ്റിനേക്കാൾ ഒരു വോട്ടെങ്കിലും അധികം ഫേവറായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാസ്സാവും. അതിനെയാണ് ഓർഡിനറി റിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ഷോ ബൈ ഹാൻഡ്സ് ആവാം, ഇലക്ട്രോണിക്കലി ആവാം, പോൾ വഴി ആവാം. എങ്ങനെയാണെങ്കിലും അങ്ങനെ അത് അലൗഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓർഡിനറി റിസൊല്യൂഷനായിട്ട് മാറും. ഓർഡിനറി റിസൊല്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പാസ്ഡ് അറ്റ് പ്രോപ്പർലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് കൺവീനിയൻറ്റ് ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിലാണ് ഇത് പാസ്സാക്കാൻ വേണ്ടി പറ്റുള്ളൂ. സിമ്പിൾ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്താൽ മതി. അത് പ്രോക്സി അടക്കം അവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിസൊല്യൂഷനായിട്ട് പാസ്സാവും. ദെൻ ഓർഡിനറി ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പൊതുവേ ഈ ഓർഡിനറി റിസൊല്യൂഷനോടുകൂടി പാസ്സാക്കുന്നത്. ദെൻ ഇങ്ങനെ വിളിക്കുന്ന ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കാനുള്ള മീറ്റിങ്ങിൻ്റെ നോട്ടീസ് മസ്റ്റായിട്ടും 21 ഡേയ്സിന് മുമ്പെങ്കിലും മെമ്പേഴ്സിന് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ഓർഡിനറി റെസൊല്യൂഷൻ്റെ കോപ്പി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമല്ല, ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രജിസ്ട്രാർ പറയാണ് കമ്പനീൻ്റെ നെയിം ഏതെങ്കിലുമുള്ള കമ്പനീൻ്റെ പേരായിട്ട് സാമ്യമുള്ളതോ അങ്ങനെ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങളോ ആണ്, അതുകൊണ്ട് ചേഞ്ച് ചെയ്യണമെന്ന് രജിസ്ട്രാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ്ങോ ഇൻകറക്റ്റോ നെയിം ആകുമ്പോഴാണ് അങ്ങനെ പറയാം. ആ കേസിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള റെസൊല്യൂഷൻ അത് ഓർഡിനറി റെസൊല്യൂഷൻ മതിയാവും. അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് കമ്പനീൻ്റെ പേരിൽ എന്തെങ്കിലും റാക്ടിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ അതെന്തെങ്കിലും ഐഡൻറ്റിക്കൽ ആവുക അല്ലെങ്കിൽ വേറുള്ളൊരു നെയിമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ട് വരിക, ഇങ്ങനെയുള്ള കേസിലൊക്കെ അത് മാറ്റേണ്ടതായിട്ട് വരും. ഈ കേസിലും രജിസ്റ്റർ ചെയ്ത പേര് മാറ്റുമ്പോൾ ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷനിൽ മാറ്റുകയാണെങ്കിൽ ഇതിനും ഓർഡിനറി റെസൊല്യൂഷൻ മതിയാവും. ഇനി ഓഡിറ്റർ അപ്പോയിൻമെൻറ്റിനും അവരെ അപ്പോയിൻമെൻറ്റ് അപ്രൂവൽ ചെയ്യാനും കാഷ്വൽ വേക്കൻസിയിൽ ആളെ വെക്കുന്നതിനും പുതിയൊരാളെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളെ വെക്കുന്നതിനൊക്കെ നടത്തുന്ന റെസൊല്യൂഷൻ അതിനും എന്താണ് ഓർഡിനറി റെസൊല്യൂഷൻ മതിയാവും. ദെൻ ഓഡിറ്റർ റീമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ദെൻ ഏതെങ്കിലും ബൊണാഫൈഡ് ആയിട്ടുള്ള ചാരിറ്റബിൾ ആക്ടിവിറ്റിക്ക് വേണ്ടി ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ, ഡയറക്ടേഴ്സിന് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന റെസൊല്യൂഷൻ, അതേപോലെ അഡീഷണൽ ഡയറക്ടർ ദെൻ ആൾട്ടർനേറ്റീവ് ഡയറക്ടറൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റെസൊല്യൂഷനൊക്കെ എന്താണ് ഓർഡിനറി റെസൊല്യൂഷൻ മതിയാവും. ദെൻ എക്സ്പയറി പീരീഡിന് ശേഷം അല്ലെങ്കിൽ എക്സ്പയറി പീരീഡിന് മുമ്പായിട്ട് ഏതെങ്കിലും ഡയറക്ടർ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഓർഡിനറി റെസൊല്യൂഷൻ മതി 169 അനുസരിച്ചിട്ടുള്ള റിമൂവൽ ആണെങ്കിൽ. ദെൻ പബ്ലിക് കമ്പനിയിൽ സെർട്ടൻ ലിമിറ്റിൻ്റെ
പുറത്ത് സെർട്ടൺ ലിമിറ്റിൻ്റെ പുറത്ത് അവരെന്തെങ്കിലും റിമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അണ്ടർ സെക്ഷൻ 197 അനുസരിച്ചിട്ടാണെങ്കിൽ അതിനും ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കുക. ദെൻ കമ്പനി വളണ്ടർലി വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഓർഡിനറി റെസൊല്യൂഷനാണ് പാസ്സാക്കേണ്ടത്. അതേപോലെ കമ്പനി വൈൻഡപ്പിന് വേണ്ടി ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഓർഡിനറി റെസൊല്യൂഷൻ തന്നെയാണ് പാസ്സാക്കുക. ഈ സിറ്റുവേഷനിലൊക്കെയാണ് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഒന്നുകൂടെ ക്ലിയർ ആവുന്നുണ്ടാവും. സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓർഡിനറി എന്ന് പറഞ്ഞാൽ നോർമൽ കോഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്കായിരിക്കും. ഇറ്റ് ഈസ് എ റെസൊല്യൂഷൻ വിച്ച് ഈസ് പാസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 3/4 മെജോറിറ്റി ഓഫ് വോട്ട്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ ഷോ ഓഫ് ഹാൻഡ്സ് ഇലക്ട്രോണിക്കലി ഓർ ഓൺ പോൾ ഹു പ്രസന്റ് അറ്റ് എ ജനറൽ മീറ്റിംഗ് ഇൻ പേഴ്സൺ ഓർ ബൈ പ്രോക്സി ഓർ ബൈ പോസ്റ്റൽ ബാലറ്റ്. പേഴ്സൺ ആവാം, പ്രോക്സി ആവാം, പോസ്റ്റൽ ബാലറ്റ് ആവാം. 3/4 മെജോറിറ്റി വേണം. 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 3/4 75 മെമ്പേഴ്സും ഫേവർ ചെയ്താൽ മാത്രം പാസ്സാക്കാൻ പറ്റുന്ന റെസൊല്യൂഷനെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുക. ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ഈ കണ്ടീഷനെ പറ്റി പറയുന്നത് സെക്ഷൻ 114 ക്ലോസ് 2 എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇതിനുള്ള മീറ്റിംഗ് പ്രോപ്പറായിട്ട് നോട്ടീസ് കൊടുത്തിട്ടാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്. അങ്ങനെ അത് 21 ഡേയ്സ് ബിഫോറിന് തന്നെ നോട്ടീസ് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഇപ്പോൾ അതേപോലെ തന്നെയായിരുന്നു. ഓർഡിനറി റെസൊല്യൂഷന് 21 ഡേയ്സിന് മുമ്പ് നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് മുമ്പ് ദ ഇൻറ്റൻഷൻ ടു പ്രപ്പോസ് റെസൊല്യൂഷൻ ആസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷുഡ് ബി ക്ലിയർലി സ്പെസിഫൈഡ് ഇൻ ദി നോട്ടീസ്. നോട്ടീസിൽ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. എന്തിനാണ് ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് എന്നുള്ളത് മസ്റ്റായിട്ടും മെൻഷൻ ചെയ്യണം. ദെൻ എ ഡ്രാഫ്റ്റ് ഓഫ് ദ റെസൊല്യൂഷൻ ഷുഡ് ബി അപ്പൻഡഡ് വിത്ത് ദി നോട്ടീസ്. ആ റെസൊല്യൂഷൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി നോട്ടീസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയും വേണം. ഈ 3 കണ്ടീഷൻസും ഫോളോ ചെയ്തിട്ടാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ട് വരുന്നത്. ദെൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ അത് രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുകയും വേണം. ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ എപ്പോഴൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഫോളോയിങ് ആർ സം ഓഫ് ദ മാറ്റേഴ്സ് ടു വിച്ച് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ്. എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻസ് ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസിൽ വരുന്ന ചേഞ്ചസിന് സെക്ഷൻ 5 ക്ലോസ് 3 അതിനെപ്പറ്റി പറയുന്നത്. അതിനാണൊന്ന് എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് alteration of any provisions contained in the memorandum which could lawfully have been contained in the articles instead of the memorandum. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ ലോഫുൾ ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റായിട്ട് വേണം. അതേപോലെ കമ്പനീൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മോഡിഫൈ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ദെൻ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ദെൻ പബ്ലിക് നിന്ന് മണി നമ്മൾ പ്രോസ്പെക്ടസ് വെച്ചിട്ട് പബ്ലിക് ഇഷ്യൂയിലൂടെ മണി കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ കുറേ അൺയൂട്ടിലൈസ്ഡ് മണി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണത് ഒബ്ജക്റ്റ് ക്ലോസ് പറഞ്ഞതിനനുസരിച്ചല്ലാതെ നമുക്ക് ആ മണി യൂസ് ചെയ്യണം. കുറേ പുതിയ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യണം. അങ്ങനെ ഒബ്ജക്റ്റ് ക്ലോസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ദെൻ സെക്യൂരിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതേപോലെ കമ്പനി ഏതെങ്കിലും സ്കീം അനുസരിച്ചിട്ട് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദെൻ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ അവരെ ഷെയർ ക്യാപിറ്റൽ അവർക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദെൻ ബൈബാക്ക് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. അത് ബൈബാക്ക് ഓഫ് ഷെയർ ആവാം, അത് സ്പെസിഫൈഡ് സെക്യൂരിറ്റി ആവാം. അതേപോലെ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും സ്പെഷ്യൽ റെസൊല്യൂഷൻ മസ്റ്റായിട്ട് വേണം. ഡിബഞ്ചേഴ്സ് ഷെയർസിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ഇവരെ വോട്ടിംഗ് റൈറ്റിനെയും ഹോൾഡിങ്ങിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ രജിസ്റ്റർ ഓഫ് ദ കമ്പനി ടു ബി കെപ്റ്റ് അറ്റ് എ പ്ലേസ് അതർ ദാൻ രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനീൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിലല്ലാതെ വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ കെപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇനി ലോണോ ഗ്യാരണ്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് ലിമിറ്റിനും പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി റിലേറ്റഡ് പാർട്ടിയായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ദെൻ
70 വയസ്സിന് മുകളിലുള്ള ഒരാളെ മാനേജിംഗ് ഡയറക്ടറോ ഹോൾ ടൈം ഡയറക്ടറോ മാനേജറോ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിനും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദെൻ സെൻട്രൽ ഗവൺമെൻറ്റായിട്ടിനോട് നമ്മൾ എന്തെങ്കിലും കമ്പനീൻ്റെ എന്തെങ്കിലും മാറ്റേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദെൻ രജിസ്റ്റർ ഓഫ് കമ്പനീസ് എന്ന് കമ്പനീൻ്റെ പേര് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദെൻ ട്രൈബ്യൂണലിൻ്റെ ഓർഡറിനനുസരിച്ച് കമ്പനി വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് നമ്മളൊരു റെസൊല്യൂഷൻ പാസ്സാക്കണം. അത് സ്പെഷ്യൽ റെസൊല്യൂഷനാണ് പാസ്സാക്കേണ്ടത്. ദെൻ കമ്പനി വളണ്ടർലി വൈൻഡിങ് അപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കമ്പനീസ് ആക്ട് സെക്ഷൻ 304 പറയുന്നതിനനുസരിച്ചിട്ട് എയിലും ബിയിലും പറയുന്ന മാറ്റേഴ്സിനനുസരിച്ചിട്ട് വളണ്ടർലി വൈൻഡിങ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ഇതിനൊക്കെ പുറമെ കമ്പനീൻ്റെ ഓതറൈസിങ് ലിക്വിഡേറ്റർ, അത് വൈൻഡിങ് അപ്പായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പേഴ്സണാണ് ലിക്വിഡേറ്റർ. അയാൾക്ക് കമ്പനീൻ്റെ അസറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഷെയറിൻ്റെ എക്സ്ചേഞ്ചിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. അനദർ കമ്പനിയിൽ ഷെയർ കിട്ടിയിട്ട് അതിനേക്ക് നമ്മൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ കമ്പനീൻ്റെ അസറ്റ്സ് കൊടുത്തിട്ട് വേറൊരു കമ്പനീൻ്റെ ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ അതിനും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇനി ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യനിൽ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൽ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു മെൻഷൻ. ഓർഡിനറി റെസൊല്യൂഷൻ്റെ കേസിൽ അത് മീറ്റിങ്ങിൽ ഇന്ന കാര്യത്തിനാണ് വിളിക്കുന്നതെന്നുള്ളത് സ്പെഷ്യലായിട്ട് പറയണമെന്നില്ല. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദി നോട്ടീസ്. ഈ സ്പെഷ്യൽ കാര്യം എന്താണെന്നുള്ളത് നോട്ടീസിൽ മസ്റ്റായിട്ട് വെക്കണം. ദെൻ ഓർഡിനറി റെസൊല്യൂഷൻ നോർമലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സ്പെഷ്യൽ റെസൊല്യൂഷൻ സ്പെഷ്യൽ മാറ്റേഴ്സിനാണ് ചെയ്യുക. ഇനി ഓർഡിനറി റെസൊല്യൂഷന് സിമ്പിൾ മെജോറിറ്റി മതി. അതായത് 100 ആളുള്ള വോട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ 51 ആൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്സാവും. അതേസമയത്ത് സ്പെഷ്യൽ റെസൊല്യൂഷന് അറ്റ്ലീസ്റ്റ് 3/4 മെജോറിറ്റി വേണം. 100 ആളുണ്ടെങ്കിൽ 75 ആൾ വോട്ട് ചെയ്താലേ അത് പാസ്സാവുള്ളൂ. ദെൻ ഓർഡിനറി റെസൊല്യൂഷനിൽ വോട്ടിംഗ് ഈക്വലായി വന്നു കഴിഞ്ഞാൽ ചെയർമാന് കാസ്റ്റിംഗ് വോട്ട് യൂസ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാം. പക്ഷേ സ്പെഷ്യൽ റെസൊല്യൂഷനിൽ അത് പോസിബിൾ അല്ല. 3/4 മെജോറിറ്റി കമ്പൾസറി ആണ്. ഇനി ഓർഡിനറി റെസൊല്യൂഷൻ്റെ കോപ്പി രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. പക്ഷേ സ്പെഷ്യൽ റെസൊല്യൂഷനിൽ അത് കമ്പൾസറി ആണ്. ദെൻ റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ്. സ്പെഷ്യൽ നോട്ടീസ് വെച്ചിട്ട് നമുക്ക് റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് അടുത്തത് പറയാനുള്ളത്. അതായത് നോട്ടീസ് വെച്ചിട്ട് നമ്മൾ മീറ്റിംഗ് ഒന്നും കൂടാതെ അത് സൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ കളക്റ്റീവ്ലി മെമ്പേഴ്സിൻ്റെ വെച്ചിട്ടോ മിനിമം 1% വോട്ടിംഗ് പവറെങ്കിലും ഉള്ള, അല്ലെങ്കിൽ മൊത്തം 5 ലാഖിൽ കുറയാത്ത ഷെയർസ് 5 ലാഖിൻ്റെ വാല്യൂവിൽ കുറയാത്ത പെയ്ഡപ്പ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാണ് ഇങ്ങനെ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പറ്റുക. അയാൾ മസ്റ്റായിട്ടും കമ്പനിയോട് അറിയിക്കുക. അപ്പം അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ 3 മന്ത്സിന് മുമ്പായി, 3 മന്ത്സിനേക്കാളും നേരത്തെ ആവാൻ പാടില്ല, 14 ഡേയ്സിന് മുമ്പെങ്കിലും ആവണം. അതായത് 3 മന്ത്സിൻ്റെയും 14 ഡേയ്സിൻ്റെ ഇടയിലായിട്ടാണ് ഇയാളിങ്ങനൊരു മീറ്റിംഗ് ഇയാൾക്ക് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുക. മീറ്റിങ്ങിൻ്റെ മുമ്പായിട്ട് ഇങ്ങനൊരു നോട്ടീസ് ഇങ്ങനത്തെ മെമ്പേഴ്സിന് കൊടുക്കാം. മിനിമം 1% അല്ലെങ്കിൽ 5 ലാഖ് വാല്യൂവിൻ്റെ പെയ്ഡപ്പ് ഷെയറെങ്കിലും ഹോൾഡ് ചെയ്യുന്ന ഒരു മെമ്പർക്കാണ് ഇതിനുള്ള റൈറ്റ് ഉള്ളത്. ഇയാൾ നോട്ടീസ് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട് കമ്പനിയോട് ആവശ്യപ്പെടാം. ഇങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 7 ദിവസത്തിന് മുമ്പെങ്കിലും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ 7 ഡേയ്സിന് ബിഫോറെങ്കിലും ഈ കമ്പനി എന്താണ് അത് ബാക്കിയുള്ള മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യണം. അതിനാണ് റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയാം. ഒന്നുമില്ല, ഏതെങ്കിലും മെമ്പർ നോട്ടീസ് കൊടുത്തിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിനെയാണ് റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ് എന്ന് പറയുക. മീറ്റിങ്ങിൻ്റെ 3 മാസത്തിന് കൂടുതൽ മുമ്പായിട്ട് നോട്ടീസ് കൊടുക്കാൻ പാടില്ല. 3 മാസത്തിനുള്ളിലാവണം. അത് 14 ദിവസം മുമ്പെങ്കിലും ആവണം. അതായത് 3 മന്ത്സിൻ്റെയും 14 ഡേയ്സിൻ്റെയും ഇടയിലായിട്ടുള്ള ഡേയ്സിലാണ് ഇയാൾ നോട്ടീസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ 7 ഡേയ്സിനുള്ളിൽ ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ കമ്പനി അറിയിച്ചിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ളൊരു കാര്യം നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, അതും കൂടെ ഡിസ്കസ് ചെയ്യണം മീറ്റിങ്ങിൽ എന്നുള്ള കാര്യം അവർ അറിയിക്കണം. ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന മെമ്പർ എന്ന് പറഞ്ഞാൽ മിനിമം 1% ഷെയറോ അല്ലെങ്കിൽ 5 ലാഖ് വാല്യൂ ഉള്ള പെയ്ഡപ്പ് ക്യാപിറ്റലോ ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കണം. ദെൻ ഈ സ്പെഷ്യൽ നോട്ടീസിൽ മെയിനായിട്ട് വരുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ
ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഓഡിറ്റർ അതർ ദാൻ റിട്ടയറിംഗ് ഓഡിറ്റർ അല്ലാത്ത ഒരാൾ ഓഡിറ്ററെ വെക്കാൻ വേണ്ടിയിട്ട് ഒരാളെ റീഅപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള നോട്ടീസ് കൊടുക്കാവുന്നതാണ്. അതായത് ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും വെക്കാനുണ്ടെങ്കിൽ, ഓൾറെഡി റിട്ടയർ ആവുന്നതിന് പകരം വേറൊരാളെ ഇയാൾക്ക് പറയാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിലൊക്കെ ഇയാൾക്ക് ഈ സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കാം. ദെൻ നിലവിലുള്ള ഒരു ഡയറക്ടറെ റിമൂവ് ചെയ്യാൻ, എന്നിട്ട് വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടി സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കാവുന്നതാണ്. ദെൻ റിക്വയർഡ് വേർ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി പ്രൊവൈഡ് ഫോർ ദ ഗിവിംഗ് ഓഫ് എ സ്പെഷ്യൽ നോട്ടീസ്. ആർട്ടിക്കിൾസ് അനുസരിച്ചിട്ട്, കമ്പനീൻ്റെ ആർട്ടിക്കിൾസ് അനുസരിച്ചിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള മാറ്റേഴ്സ് ഇവർക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടും ഈ സ്പെഷ്യൽ നോട്ടീസ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ 3 ടൈപ്പ് റെസൊല്യൂഷൻസ് ആണ് വരുന്നത്. ഇത്രയാണ് ഒരു വാലിഡ് മീറ്റിങ്ങിൻ്റെ എസെൻഷ്യൽസിൽ വരുന്നത്. പ്രോപ്പർ അതോറിറ്റി, നോട്ടീസ്, കോറം, ചെയർമാൻ, മിനിറ്റ്സ്, വോട്ടിംഗ്, പ്രോക്സി ആൻഡ് റിസൊല്യൂഷൻ. ഇനി അടുത്ത കമ്പനി മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ടേമാണ് മോഷൻസ് ആൻഡ് റിസൊല്യൂഷൻ. റിസൊല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യത്തിനെയാണ് റിസൊല്യൂഷൻ എന്ന് പറയാം. മോഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇൻ എ മീറ്റിംഗ് വേരിയസ് മാറ്റേഴ്സ് ആർ ബ്രോട്ട് ഇൻ ടു ഡിസ്കഷൻ. എല്ലാ മാറ്റേഴ്സും ഡിസിഷനായിട്ട് വരാറൊന്നുമില്ല. അതിന് നമ്മൾ ഓൾ മാറ്റേഴ്സ് ഫോർ ഡിസിഷൻ ബിഫോർ ദ മീറ്റിംഗ് ഓഫ് എ കമ്പനി ആർ പ്ലേസ്ഡ് ഇൻ ദ ഫോം ഓഫ് പ്രപ്പോസൽ കോൾഡ് മോഷൻസ്. പ്രപ്പോസലായിട്ട് നമ്മൾ മീറ്റിങ്ങിൽ മെൻഷൻ ചെയ്യുന്ന മാറ്റേഴ്സിന് മൊത്തം പറയുന്ന പേരാണ് മോഷൻ. മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസലാണ്. ഏതെങ്കിലും ഒരു മെമ്പർ കമ്പനിയിൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയുന്ന പ്രപ്പോസലിനെയാണ് മോഷൻ എന്ന് പറയാം. ഈ സ്പെഷ്യൽ മോഷൻ റിക്വയർസ് പ്രയർ നോട്ടീസ് സോ ദാറ്റ് ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദി അജണ്ട. മോഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ മോഷനും ഉണ്ട്, ഓർഡിനറി മോഷനും ഉണ്ട്. സ്പെഷ്യൽ മോഷന് പ്രയർ നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ അജണ്ടയിൽ വെച്ചിട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ചില സമയത്ത് ഫോർമൽ അല്ലെങ്കിൽ യൂഷ്വൽ മോഷൻസ് നടത്താറുണ്ട്. അതിന് പ്രയർ നോട്ടീസൊന്നും വേണ്ട, അത് നമുക്കില്ലാതെ തന്നെ മൂവ് ചെയ്യാം. അതായത് ഏതെങ്കിലും മെമ്പർ മരണപ്പെട്ടാൽ അതിൻ്റെ കൺട്രോളൻസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന, അല്ലെങ്കിൽ കീ മാനേജർ പേഴ്സൻ്റെ കൺട്രോളൻസുമായിട്ട് നടത്തുന്ന മോഷൻസ് ആണെങ്കിൽ അതിനൊന്നും പ്രത്യേക നോട്ടീസൊന്നും കൊടുക്കണ്ട. അതേപോലെ മീറ്റിംഗ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള മോഷനാണെങ്കിൽ അതിനൊന്നും പ്രത്യേക നോട്ടീസിൻ്റെ ആവശ്യം വരുന്നില്ല. നോർമൽ കേസിൽ ഒരു മോഷന് മസ്റ്റായിട്ടും പ്രയർ നോട്ടീസ് വെച്ചിട്ടാണ് അവതരിപ്പിക്കേണ്ടത്. അതൊരാളാണ് പ്രപ്പോസ് ചെയ്യുക, വേറൊരാൾ സപ്പോർട്ട് ചെയ്യുകയും വേണം. ദെൻ മീറ്റിങ്ങിൽ എ മോഷൻ മൂവ്ഡ് അറ്റ് എ മീറ്റിംഗ് മേ ഓർ മേ നോട്ട് ബി ആക്സെപ്റ്റഡ്. ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാം, ചിലപ്പം തള്ളിക്കളയാം. അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും അമെൻമെൻറ്റ് വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം. എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഈ പ്രപ്പോസൽ മാറ്റം വരുത്തിയിട്ട് ആൾക്കാർ അംഗീകരിച്ചെന്നും വരാം. അങ്ങനെ അമെൻമെൻറ്റ് നടത്തിയിട്ട് അത് വോട്ടിനിട്ട് കഴിഞ്ഞാൽ, ചിലപ്പോൾ അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ആൾക്കാരെല്ലാവരും അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് റിസൊല്യൂഷനായിട്ട് മാറി, അത് ഡിസിഷനായിട്ട് മാറും. പിന്നെ അത് തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിസൊല്യൂഷൻ എന്നാണ് പറയാം. അതിന് മുമ്പ് റിസൊല്യൂഷൻ്റെ മുമ്പ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്താണ് ഇതിനെ മോഷൻ എന്ന് പറയാം. മോഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് റിസൊല്യൂഷൻ. ഒരാളൊരു മോഷൻ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അയാൾക്കത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ യുനാനിമസ്ലി എല്ലാ ആൾക്കാരും കൂടെ കൺസെൻറ്റോട് കൂടി വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം. ഒരു മീറ്റിങ്ങിന് അയാളത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു, അത് അവതരിപ്പിച്ച ആൾക്ക് പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ പിന്നീട് അത് വോട്ടിനിടാം. അങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാതിരിക്കുകയോ ചെയ്യാം. മീറ്റിങ്ങിൽ ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി തള്ളിപ്പോവാം. അല്ലാതെ പിന്നീട് ഇയാൾക്കത് വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ദെൻ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മോഷൻ്റെ വേറൊരു ഫോമാണ്. മോഷൻ ഫോർമലായി കഴിഞ്ഞാൽ, അത് ആളുകൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസൊല്യൂഷനായിട്ട് മാറും. അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ്, ആളുകൾ അംഗീകരിക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ ഫോമിനെയാണ് നമ്മൾ മോഷൻ എന്ന് പറയുക. മോഷൻ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാം, ചിലപ്പം റിജക്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്താലാണ് അത് റിസൊല്യൂഷൻ ആവുള്ളൂ. റിജക്റ്റ് ചെയ്താൽ വെറും മോഷൻ മാത്രമായിട്ട് മാറും. ഇത്രയാണ് മോഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ദെൻ അടുത്തത് ഇൻ്ററപ്ഷൻ ഓഫ് ഡിബേറ്റ്. ഈ ഡിസ്കഷന് ഇൻ്ററപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മളൊരു മോഷൻ ഡിസ്കഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും അതിനോട് ഒരേപോലെ റിയാക്ട് ചെയ്യണം എന്നില്ല. ചില ആൾക്കാർ എഗ്രി ചെയ്യും, ചിലർ നോട്ട് എഗ്രി ആയിട്ടും വരും. ഡിസഗ്രി ചെയ്യാനും സാധ്യത ഉണ്ട്. അങ്ങനെ ഡിസഗ്രി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഡിസ്കഷൻ ഇൻ്ററപ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ ഏതൊക്കെ വിധത്തിലാണ് മോഷൻസ് അല്ലെങ്കിൽ ഡിസ്കഷൻ ഇൻ്ററപ്റ്റ് ആവുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അമെൻഡ്മെൻറ്റ് വരാം, പോയിൻ്റ് ഓഫ് ഓർഡർ, ഫോർമൽ ഓർ ഡയലോട്ടറി മോഷൻ. ഇങ്ങനെ 3 ടൈപ്പ് വിധത്തിലാണ് ഡിസ്കഷൻ ഇൻ്ററപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒന്ന് അമെൻമെൻറ്റ്.
അതായത് ഒരാൾ അവതരിപ്പിച്ച പ്രപ്പോസൽ അല്ലെങ്കിൽ മോഷൻ അതേ വിധത്തിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതേ സമയത്ത് അതിൽ ചെറിയ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയാൽ, എന്തെങ്കിലും ആൾട്രേഷൻ വരുത്തിയാൽ അത് ആക്സെപ്റ്റബിൾ ആവും. അതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അത് ചേഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയ എന്തെങ്കിലും വേർഡ്സ് അതിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സ് ഒഴിവാക്കിയിട്ട് വേറെ കുറച്ച് വേർഡ്സ് റീപ്ലേസ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ ഉള്ള ഏതെങ്കിലും വേർഡ്സ് ഏതെങ്കിലും ഭാഗം ഒഴിവാക്കിയാൽ മതിയാവും, ഏതെങ്കിലും കണ്ടീഷൻസ് ഒഴിവാക്കുക. ഇനി അതേപോലെ ഏതെങ്കിലും വേർഡിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും വേർഡ് വെച്ച് കൊടുത്താലും മതിയാവും. അങ്ങനെ ഓർഡർ മാറ്റിയിട്ട് ചിലപ്പോൾ അംഗീകരിച്ചെന്നും വരും. ഗവൺമെൻറ് പോളിസിയിലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, ചില കണ്ടീഷൻസൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ ചിലത് പുതിയതായിട്ട് എന്തെങ്കിലും ഭേദഗതി വരുത്തിയിട്ടൊക്കെ ആളുകൾ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ. അതിനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുക. ഒറിജിനൽ അവതരിപ്പിച്ച ഫോമിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക. ദെൻ അടുത്തത് പോയിന്റ് ഓഫ് ഓർഡർ. പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒബ്ജക്ഷൻ ആണ്. അത് ഇറഗുലാരിറ്റി ആയിട്ട് മീറ്റിങ്ങിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇറഗുലാരിറ്റി വരുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക. അതായത് അജണ്ട പറയാത്ത കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഫോളോ ചെയ്യേണ്ട പ്രൊസീഡിങ്സ് ഒന്നും ഫോളോ ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ കോറം തികയാതെ മീറ്റിംഗ് നടത്തുക, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മെമ്പർക്ക് പോയിന്റ് ഓഫ് ഓർഡർ എന്നുള്ള ഫോം യൂസ് ചെയ്യാവുന്നതാണ്. അയാൾ ചെയർമാൻ്റെ അറ്റൻഷനിൽ വരുത്തുക. എന്താണ് ഇറഗുലാരിറ്റി എന്നുള്ളത് ചെയർമാനെ ഇൻഫോം ചെയ്യുന്നതിനെയാണ് ഈ പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറയാം. കോറം തികയാതെ മീറ്റിംഗ് തുടങ്ങുക, അതേപോലെ കുറച്ച് ആൾക്കാർ ഉറക്കെ സംസാരിക്കുക, മാറി നിന്നിട്ട് ഇനി ബാക്കി എന്തെങ്കിലും മിസ്ബിഹേവിയർ ഏതെങ്കിലും സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക, എന്താ പറയുക സഭ്യമല്ലാത്ത വാക്കുകളൊക്കെ യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ പോയിന്റ് ഓഫ് ഓർഡർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ദെൻ ഇത് ചെയർമാൻ്റെ അറ്റൻഷൻ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അയാൾ അറ്റൻഷൻ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി, അയാളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈറ്റ് ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തത് ഫോർമൽ മോഷൻസ് ഓർ ഡയലറ്ററി മോഷൻസ്. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ പേർപ്പസ് ഓഫ് ഇൻറ്ററപ്റ്റിംഗ് ഓർ ഡിലേയിങ് ഓർ സ്പീഡിങ് അപ്പ് ഡിസ്കഷൻ ഓൺ എ മോഷൻ. എന്തെങ്കിലും ഡിലേ വരുത്തുക, അല്ലെങ്കിൽ ഡിസ്കഷൻ സ്പീഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്ററപ്ഷൻ വരുത്തുക, അതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു പേർപ്പസ് ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക മനഃപൂർവ്വം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഫോർമൽ മോഷൻ അല്ലെങ്കിൽ ഡയലേറ്ററി മോഷൻ എന്ന് പറയാം. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ക്ലിയർ ആവും. ഒന്ന് ക്ലോഷർ, അതായത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം ഇപ്പോൾ ഒരേ കാര്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിച്ചു എന്ന് തോന്നുക. ഇപ്പോൾ പറയുന്നതൊക്കെ മീറ്റിങ്ങിൽ പറയേണ്ട കാര്യം തന്നെയാണ്, നമ്മൾ അജണ്ടയിലുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ എന്താണ് ഒരുപാട് ടൈം ഇപ്പോൾ ഒരേ കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തു, ഇനി വേഗം ഇത് ക്ലോസ് ചെയ്യൂ എന്ന് പറയാം. അതിനെയാണ് ക്ലോഷർ എന്ന് പറയാം. അതിനു വേണ്ടി പറയുന്ന കാര്യത്തിനാണ് ക്ലോഷർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ കാര്യത്തിന് അജണ്ട പറഞ്ഞിട്ടുള്ള ഒരേ മോഷൻ ഒരേ പ്രപ്പോസലിന് വേണ്ടി നമ്മൾ ഒരുപാട് ടൈം എടുത്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള മൂവർ പറയുകയാണ് ഇനി കൂടുതൽ ടൈം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട, വേണമെങ്കിൽ അതിൽ ചേഞ്ച് വരുത്തിയിട്ട് ചെയ്യൂ, അല്ലെങ്കിൽ അത് വോട്ടിനിടൂ, എന്നിട്ടൊരു ഫൈനൽ ഡെസിഷനിൽ എത്തൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിനെയാണ് ക്ലോഷർ എന്ന് പറയാം. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാണ് prevent a vote being taken on the main motion under discussion or prevent further discussion on the main motion. ടോപ്പിക്കിലേക്ക് വഴിമാറി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്കല്ല വന്നത്, നേരത്തെ പറഞ്ഞ കാര്യം ഇതല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പോൾ അതിൽ നമ്മൾ മെയിൻ മോഷനിലേക്കാണ് മെയിൻ മോഷനിലേക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒഴിവാക്കുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അതായത് വേറെ ഏതെങ്കിലും മാറ്ററിലേക്കൊക്കെ മെസ്സേജ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രീവിയസ് മോഷനിലേക്ക് ഒറിജിനൽ മെയിൻ മോഷനിലേക്ക് തന്നെ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നുള്ള മോഷൻ ഉപയോഗിക്കുന്നത്. ബാക്കി വേഗം അത് നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതേ ഫർദർ ഡിസ്കഷനിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ. ഇനി നെക്സ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമ്മൾ ഈ ഡിസ്കഷന് വേണ്ടി എടുത്തു, എന്നിട്ട് തീരുമാനമൊന്നും ആയിട്ടില്ല, ഫൈനൽ ഡിസിഷൻ ഒന്നും ആവുന്നില്ല. അപ്പോൾ പറയാണ് ഇതവിടെ തൽക്കാലം അവിടെ വെക്കൂ, നമുക്ക് അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് ഇതൊന്നും കൂടെ പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കില്ലേ, അതിനെയാണ് നെക്സ്റ്റ് ബിസിനസ് എന്ന് പറയുക. അങ്ങനെയും ഡിസ്കഷൻ ഇൻ്ററപ്റ്റഡ് ആവാം. ഇനി റെഫർ ബാക്ക് ടു കമ്മിറ്റി. ഇനി അടുത്ത എന്താന്ന് പറഞ്ഞാൽ തീരുമാനമൊന്നും ആവുന്നില്ല, കുറച്ച് നേരം ഇതേ കാര്യത്തിൽ അങ്ങനെ ഡിസ്കഷൻ നടക്കുന്നു. അപ്പോൾ പറയണത് നമുക്കൊരു കമ്മിറ്റിനെ വെച്ചിട്ട് കമ്മിറ്റിക്ക് വിടാം, കമ്മിറ്റി തീരുമാനിക്കട്ടെ, അവർ ഡീറ്റെയിൽഡ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ട് കമ്മിറ്റി ഒരു തീരുമാനത്തിൽ എത്തട്ടെ എന്ന് പറയാം. ഇനി കമ്മിറ്റി തീരുമാനിക്കാൻ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഒരു കമ്മിറ്റിനെ വെക്കാം, അല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പഠിച്ചിട്ട് ബാക്കി തീരുമാനിക്കുക എന്ന് പറഞ്ഞ് കമ്മിറ്റിയിലേക്ക് മാറ്റി വെക്കുന്നതിനെയാണ് റെഫർ ബാക്ക് ടു ദ കമ്മിറ്റി എന്ന് പറയാം. ഇനി ലാസ്റ്റ് അഡ്ജോൺമെൻറ്റ്.
അഡ്ജേൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വെക്കുക, അടുത്ത മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാം, ഒന്നും കൂടെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് കൂടുതലായിട്ട് നമുക്ക് നോക്കാം, അങ്ങനെ മാറ്റി വെക്കുന്നതിനെയാണ് അഡ്ജേൺമെൻറ്റ് എന്ന് പറയുക. ഇങ്ങനെയൊക്കെയാണ് ഒരു ഡിബേറ്റ് ഇൻ്ററപ്റ്റ് ചെയ്യപ്പെടുക. 3 വിധത്തിലാണ് അമെൻമെൻറ്റ്സ്, പോയിന്റ് ഓഫ് ഓർഡർ, ഫോർമൽ ഓർ ഡയലേറ്ററി മോഷൻസ്. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷനോ ചേഞ്ചസോ വരുത്തിയിട്ട്, പോയിന്റ് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രൊസീഡിങ്സിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ, ദെൻ ഫോർമൽ ഓർ ഡയലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ക്ലോഷർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ബിസിനസ്, റെഫർ ബാക്ക് ടു ദ കമ്മിറ്റി, അഡ്ജേൺമെൻറ്റ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി ഒരുപാട് സ്ഥലത്ത് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഒരു പ്രിൻസിപ്പൽ ഓഫീസറാണ് സെക്രട്ടറി ആൻഡ് മാനേജ്മെൻറ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഓഫീസറാണ് കമ്പനി സെക്രട്ടറി. കമ്പനീസ് ആക്ടിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോസ്റ്റ് തന്നെയാണ് കമ്പനി സെക്രട്ടറി. ലാറ്റിൻ വേർഡായിട്ടുള്ള സെക്രട്ടേറിയസ് എന്നുള്ള വാക്കുന്നാണ് സെക്രട്ടറി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നോട്ടറി, കോൺഫിഡൻഷ്യൽ ഓഫീസർ എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചിട്ട് കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹീസ് എ പേഴ്സൺ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻക്ലൂഡ് എനി അതർ ഇൻഡിവിജ്വൽ possessing the prescribed qualification and appointed to perform the duties which may be performed by a secretary under this act and any other ministerial or administrative duties. പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷനുള്ള മിനിസ്റ്റീരിയൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കമ്പനി സെക്രട്ടറിയിലെ മെമ്പറായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളെയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയാം. കമ്പനി സെക്രട്ടറി മസ്റ്റായിട്ടും ഒരു ഇൻഡിവിജ്വൽ ആവണം. ഒരു ഫേമിനെയോ ബോഡി കോർപ്പറേറ്റിനെയോ കമ്പനി സെക്രട്ടറി ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റില്ല. അതേപോലെ ഇയാൾക്ക് മസ്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയുള്ള ഒരാളെ മാത്രമാണ് കമ്പനി സെക്രട്ടറി ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇയാളെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും കമ്പനി സെക്രട്ടറിഷിപ്പ് എക്സാം പാസ്സാവുക എന്നുള്ളതാണ് മെയിൻ ക്വാളിഫിക്കേഷൻ. ദെൻ ഇതിൽ ചില എക്സെപ്ഷനും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. ഒരു കമ്പനിയിൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ 2 crore വരെ ഉള്ളൂ. പെയ്ഡ് 2 crore അല്ലെങ്കിൽ 2 crore അതിലധികം ഉള്ള കമ്പനിയാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഹോൾ ടൈം സെക്രട്ടറി വേണം. ഒരു കമ്പനീസിൻ്റെ കേസിൽ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ 2 കോടി അതിലധികം ഉള്ള കമ്പനിക്ക് ഒരു മസ്റ്റായിട്ട് സെക്രട്ടറി വേണം. അയാൾ കമ്പനി സെക്രട്ടറിഷിപ്പ് കഴിഞ്ഞിട്ടുള്ള ആളും ആവണം. ഇനി പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ 2 കോടി താഴെയുള്ള കമ്പനിയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കമ്പനി സെക്രട്ടറിനെ വെക്കാം. അത് ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതിയിട്ടുള്ള ആളാവുകയാണെങ്കിൽ അങ്ങനെ. ഇനി അല്ലെങ്കിൽ കൊമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റോ കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പിൽ പോസ്റ്റ് ഗ്രാജുവേറ്റോ ഉള്ള ആളെ വേണമെങ്കിൽ വെക്കാം. ഇനി ലോയിൽ ഡിഗ്രി ഉള്ള ആളെ വേണമെങ്കിലും കമ്പനി സെക്രട്ടറി ആയിട്ട് വെക്കാം. ദെൻ CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ വെക്കാം. ദെൻ മാനേജ്മെൻറ്റ് സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ ഡിപ്ലോമ ഉള്ള ആളാവാം. ദെൻ അത് അഹമ്മദാബാദ്, കൊൽക്കത്ത, ബാംഗ്ലൂർ, ലക്നൗ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് ക്വാളിഫൈഡ് ഉള്ള ആളാവണം. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആളായാലും മതി. ഇതൊക്കെ ഓപ്ഷണലാണ്. ഒന്നുകിൽ ഇൻ്റർമീഡിയറ്റ് കമ്പനി സെക്രട്ടറിഷിപ്പ് കഴിഞ്ഞ ആൾ, അല്ലെങ്കിൽ MCOM കഴിഞ്ഞിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ലോയിൽ ഡിഗ്രി ഉള്ള ആൾ, അല്ലെങ്കിൽ CA മെമ്പർഷിപ്പ് ഉള്ള ആൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് സെക്രട്ടറി ആൻഡ് അഡ്മിനിസ്ട്രേറ്ററിലെ മെമ്പർഷിപ്പുള്ള പേഴ്സൺ, ഇവരൊക്കെയാണ് കമ്പനി സെക്രട്ടറി ആയിട്ട് വെക്കേണ്ടത്. ഇത് പെയ്ഡപ്പ് ക്യാപിറ്റൽ 2 crore കുറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ കാര്യമാണ്. അല്ലാത്ത കേസിലൊക്കെ കമ്പനി സെക്രട്ടറിഷിപ്പ് കഴിഞ്ഞിട്ടുള്ള ആളെ തന്നെ മസ്റ്റായിട്ടും വെക്കണം. ഇതിൻ്റെ പുറമെ വരുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ക്വാളിറ്റിയാണ്. ക്വാളിഫിക്കേഷൻ്റെ പുറമെ അയാൾക്ക് നല്ല അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, ഗുഡ് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. ദെൻ സെക്രട്ടറിയൽ വർക്കിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് വേണ്ടത്. ഇത്രയാണ് സ്റ്റാഫായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണെയാണ് വെക്കേണ്ടത്. ഇയാളെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. ദെൻ കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ആസ് പെർ കമ്പനി ലോ അനുസരിച്ചിട്ടാണ്. കമ്പനീസ് ആക്ട് 203 അനുസരിച്ചിട്ട് മസ്റ്റായിട്ടും ഒരു കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ ഇങ്ങനെ ഏതെങ്കിലും ഒരു പേഴ്സൺ വേണം. ഇതിൻ്റെ പുറമെ കമ്പനി സെക്രട്ടറിയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും മസ്റ്റായിട്ട് വേണം. അപ്പോൾ കമ്പനി സെക്രട്ടറി എന്നുള്ളത് ഒരു കമ്പനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പൊസിഷനാണ്. കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി എന്നുള്ള പേരിലാണ് ഇയാളെ ഡിനോട്ട് ചെയ്യുന്നത്. ഇയാളെ ടു പെർഫോം ദി ഫങ്ഷൻസ് ഓഫ് എ കമ്പനി സെക്രട്ടറി അണ്ടർ ദ ആക്ട്, കമ്പനീസ് ആക്ടിലും കമ്പനി സെക്രട്ടറീസ് ആക്ടിലും പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതൊരു കീ മാനേജീരിയൽ പേഴ്സണൽ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. 2014 വന്നിട്ടുള്ള റൂൾ 8 അനുസരിച്ചിട്ട് എല്ലാ ലിസ്റ്റഡ് കമ്പനിയും
അതേപോലെ പബ്ലിക് കമ്പനീൻ്റെയും ലിസ്റ്റഡ് കമ്പനീൻ്റെയും കേസിൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ 10 കോടിയിലധികം ഉണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ടും ഹോൾ ടൈം കീ മാനേജറൽ പേഴ്സണലിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിൽ ഈ കമ്പനി സെക്രട്ടറിയും കൂടെ വരുന്നുണ്ട്. കമ്പനി സെക്രട്ടറി, ഹോൾ ടൈം ഡയറക്ടർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ MD ഓർ മാനേജർ, ഇത്രയും ആൾക്കാരെ അവർ മസ്റ്റായിട്ടും വെക്കണം. ദെൻ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചിട്ട് 10 കോടിൻ്റെ മുകളിലുള്ള കമ്പനി മസ്റ്റായിട്ടും കമ്പനി സെക്രട്ടറിനെ വെക്കണം. അത് ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിലോ ആവണം. പാർട്ട് ടൈം ബേസിലോ അല്ലെങ്കിൽ എപ്പോഴും വന്നു പോകുന്ന ബേസിലൊന്നും പറ്റൂല. ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് ബേസിൽ, ഹോൾ ടൈം എംപ്ലോയ്മെൻറ്റ് ബേസിൽ ഒരു കമ്പനി സെക്രട്ടറിനെ വെക്കണം. ഇനി പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിലും 10 കോടി താഴെ ക്യാപിറ്റൽ വരുന്ന പബ്ലിക് കമ്പനീൻ്റെ കേസിലും അത് കമ്പൾസറി ആയിട്ട് പറയുന്നില്ലായിരുന്നു. പക്ഷെ അതിലൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട് ശരിക്കും. ചില ആളുകൾ പറയുന്ന മസ്റ്റായിട്ടും വെക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ 2014 വന്നിട്ടുള്ള ഒഫീഷ്യൽ ഗസറ്റ് അനുസരിച്ചിട്ട് എല്ലാ കമ്പനീസും പെയ്ഡപ്പ് ക്യാപിറ്റൽ 5 crore മുകളിൽ വരുന്ന എല്ലാ കമ്പനീസിൻ്റെ കേസിലും, അത് പബ്ലിക് ആവാം പ്രൈവറ്റ് ആവാം, കമ്പൾസറി ആണ് ഒരു കമ്പനി സെക്രട്ടറി. അത് ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിൽ വേണമെന്നാണ് 2014 വന്നിട്ടുള്ള റൂളിൽ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ കമ്പനി സെക്രട്ടറി എന്നുള്ളത് ഒരു കമ്പനിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. മസ്റ്റായിട്ട് അവർ ആ ഒരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ലീഗൽ പൊസിഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി. ഒരു കമ്പനി സെക്രട്ടറിൻ്റെ ലീഗൽ പൊസിഷൻ 3 വിധത്തിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. സെർവൻറ്റ് ഓഫ് ദ കമ്പനി, ഏജൻറ്റ് ഓഫ് ദ കമ്പനി ആൻഡ് ഓഫീസർ ഓഫ് ദി കമ്പനി. സെർവൻറ്റ് ഓഫ് ദ കമ്പനി, ഒരു കമ്പനിയുടെ സെർവൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് പറയുന്നതിനനുസരിച്ചിട്ട്, അവർ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ടാണ് കമ്പനി സെക്രട്ടറി വർക്ക് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ ഇയാൾ കമ്പനീൻ്റെ ഒരു സെർവൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഏജൻറ്റ് ഓഫ് ദ കമ്പനി, ഒരു കമ്പനീൻ്റെ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. കമ്പനിക്ക് വേണ്ടിയിട്ട് ഇയാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഇമ്പോർട്ടൻ്റ് അഡ്മിനിസ്ട്രേഷൻ മാറ്റേഴ്സിലൊക്കെ ഇയാൾക്ക് ഇടപെടാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് കമ്പനീൻ്റെ ഒരു ഏജൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കമ്പനീൻ്റെ കീഴിൽ വരുന്ന ഒരാളായിട്ടല്ല, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി ഇയാൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു നിലയ്ക്ക് ഇയാൾ കമ്പനീൻ്റെ ഏജൻ്റാണ്. ഇനി ഓഫീസർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നൊരു ചീഫ് ഓഫീസർ തന്നെയാണ്. കീ മാനേജറിയൽ പേഴ്സണിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ ഈ മിനിസ്റ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ഇയാളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനീൻ്റെ ഒരു ഓഫീസർ, മെയിൻ ഹയർ ലെവലിൽ വരുന്ന ഒരു ഓഫീസറാണെന്നും പറയാം. ഇത്രയൊക്കെയാണ് ഇയാൾ ലീഗൽ പൊസിഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡാണ്. ഒരുപാട് ഡ്യൂട്ടീസ് ഉള്ളൊരു പോസ്റ്റാണ് കമ്പനി സെക്രട്ടറി. ഇത് ഇയാളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനീൻ്റെ നാച്ചറിനനുസരിച്ചിട്ട്, സർവീസിനനുസരിച്ചിട്ട് ഒരുപാട് ഡ്യൂട്ടി ഇയാൾക്ക് വരും. ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇയാൾക്കാണ് വരുന്നത്. കമ്പനിനെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിനെയും കമ്പനിയും തമ്മിൽ ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇയാളാണ്. അതേപോലെ ഗവൺമെൻറ്റും കമ്പനിയായിട്ട് ലിങ്ക് ചെയ്യുക, റെഗുലേറ്ററി അതോറിറ്റിയും കമ്പനിയായിട്ട് ലിങ്ക് ചെയ്യുക, ഇതൊക്കെ ഇവരെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. മെയിനായിട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമ്പനീൻ്റെ പ്രൊമോഷനും ഫോർമേഷനും ഇൻകോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അതാണ് ഇയാൾ ഫസ്റ്റ് ഡ്യൂട്ടി. മെയിനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇയാൾ ഇൻവോൾവ് ചെയ്യണം. ദെൻ രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫയലിംഗ്, രജിസ്റ്ററിങ് എനി ഡോക്യുമെൻ്റ് ഇൻക്ലൂഡിങ് ഫോം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫോംസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ സെക്രട്ടറിയൽ റെക്കോർഡ്, സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്, രജിസ്റ്ററൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ബോർഡ് മീറ്റിങ്ങിലും ജനറൽ മീറ്റിങ്ങിലൊക്കെ ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നടത്തുക. പ്രോപ്പറായിട്ട് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഷെയറും അതിൻ്റെ ട്രാൻസ്ഫറും ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ കമ്പനീൻ്റെ ഒരു അഡ്വൈസറി ആയിട്ട് ലീഗൽ ആസ്പെക്റ്റിലൊക്കെ സെബി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട, ഡെപ്പോസിറ്ററി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ബന്ധപ്പെട്ട ലീഗൽ ആസ്പെക്ട്സിലൊക്കെ കമ്പനിക്കൊരു അഡ്വൈസിങ് ആയിട്ട് ഇയാൾ ആക്ട് ചെയ്യണം. അതിനൊക്കെ എല്ലാ കാര്യങ്ങളും കമ്പനി ഫോളോ ചെയ്യുന്നതെന്നൊക്കെ ഇയാൾ ഉറപ്പുവരുത്തണം. ദെൻ കമ്പനി ലോ ബോർഡിലും നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിലൊക്കെ കമ്പനീനെ വേണ്ടി റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇയാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻഫോം ചെയ്യലൊക്കെ ഇയാളുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അതേപോലെ ഫിനാൻസ്, അക്കൗണ്ടിങ്, ടാക്സേഷൻ, ദെൻ മാനേജ്മെൻറ്റ് സർവീസ്, ഇതൊക്കെ ആയിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഇയാളുടെ ഡ്യൂട്ടിയിൽ വരും. ഇതിൻ്റെ പുറമെ ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി, പവേഴ്സൊക്കെ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യുക. മീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തുക.
ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കമ്മിറ്റീസും ജനറൽ മീറ്റിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിൻ്റെ ഒക്കെ മിനിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ബോർഡ് മീറ്റിങ്ങിൽ അപ്രൂവലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക, മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ബുക്കിൻ്റെ. ദെൻ പ്രോപ്പർ ഗവൺമെൻറ്റിനും അതോറിറ്റീസിനൊക്കെ അത് ആവശ്യമുണ്ടാകുമ്പോൾ ഫർണിഷ് ചെയ്യുക. ദെൻ പിന്നെ അതേപോലെ തന്നെ കമ്പനീസ് ആക്ട് പറയുന്ന ഡിഫറെൻറ്റ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ബോർഡിന് എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ കോർപ്പറേറ്റ് ഗവേണൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള കൺസൾട്ടേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ആക്ട് പറയുന്ന ബാക്കിയുള്ള എല്ലാ ഡ്യൂട്ടീസും ഇതിൻ്റെ പുറമെ ഇയാൾക്ക് വരും. ദെൻ ഇതിന് പുറമെ എന്തെങ്കിലും അമെൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബോർഡ് കൂടുതലായിട്ട് പറയുന്ന എക്സ്ട്രാ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഡ്യൂട്ടീസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി കമ്പനി സെക്രട്ടറിക്ക് വരുന്ന റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സബോർഡിനേറ്റിനെയും ഇയാൾ കീഴിൽ വരുന്ന സബോർഡിനേറ്റ്സിനൊക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. അതേപോലെ ബോർഡ് മീറ്റിംഗ്, ജനറൽ മീറ്റിംഗ് പോലുള്ള എല്ലാ കമ്പനി മീറ്റിങ്ങിലും ഇയാൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് കമ്പനി സെക്രട്ടറിക്ക് ഏത് മീറ്റിങ്ങിലും അറ്റൻഡ് ചെയ്യാം. അതേസമയത്ത് ഷെയർ ഹോൾഡർക്ക് ബോർഡ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ റൈറ്റ് ഇയാൾക്ക് വരുന്നുണ്ട്. ദെൻ കമ്പനിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാം. ദെൻ ഇയാൾക്ക് തോന്നുകയാണ് ഏതെങ്കിലും ഒരു ഓഫീസർ കമ്പനീൻ്റെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ അത് ഓഫീസേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ദെൻ ബോർഡ് മീറ്റിങ്ങിൽ എല്ലാ ആൾക്കാരെയും കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. കമ്പനീൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സിലൊക്കെ കോമൺ സീലും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളിടത്തൊക്കെ വെച്ചിട്ടുണ്ട്. ദെൻ ചില കേസിൽ കമ്പനിക്ക് വേണ്ടി സൈൻ ചെയ്യേണ്ടത് കോമൺ സീൽ അറ്റാച്ച് ചെയ്യാനുള്ള ചില കേസിൽ കമ്പനി സെക്രട്ടറിക്ക് ഉണ്ടാവും. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ ഇയാളെ റൈറ്റിൽ വരുന്നതാണ്. ഇനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ലീഗലായിട്ടുള്ള ഡ്യൂസും കാര്യങ്ങളും അതൊക്കെ ഇയാൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററെ പോലെ ഇയാൾക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ, ഇയാൾക്കുള്ള ക്ലെയിംസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലെയിം ചെയ്യാം. ദെൻ ലയബിലിറ്റീസ് ഓഫ് ദ സെക്രട്ടറി. റൈറ്റ്സും ഡ്യൂട്ടീസും മാത്രമല്ല, ഇയാൾ നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. കമ്പനിയായിട്ട് ഇയാൾക്കൊരു ഫിഡ്യൂസറി റിലേഷൻഷിപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗുഡ് ഫെയ്ത്തിൽ ഹോണസ്റ്റ് ആയിട്ട് ഇയാൾ ബിഹേവ് ചെയ്യണം. അതർവൈസ് എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്ത് കഴിഞ്ഞാൽ ഹീ ഈസ് പേഴ്സണലി ലയബിൾ ടു ക്രിമിനൽ ചാർജ് ആൻഡ് ക്യാൻ ഓൾസോ ബി പീനലൈസ്ഡ് വിത്ത് എ ഫൈൻ. അയാൾ ക്രിമിനൽ ചാർജുകൾക്കും ഫൈനിനൊക്കെ അയാൾ ലയബിളായിട്ട് വരും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല കെയറോട് കൂടി മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയാണ് കമ്പനി മീറ്റിംഗായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് സെഷനും കൂടെ പറയാനുള്ളൂ. 2-3 ക്ലാസ് കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. താങ്ക് യു ഫോർ യുവർ ലിസണിങ്.